ഈ ചെടിത്തോട്ട പരിപാലനത്തിലെ ഒരു പ്രധാന വില്ലനാണ് പാമ്പുകൾ. എപ്പോഴും നനവുള്ളത് കൊണ്ടും ഈ തവളകളും ചെറു ജീവികളെയൊക്കെ പിടിക്കാനായിട്ട് പാമ്പുകൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ വന്നിരിക്കും. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പം കഴിഞ്ഞ ദിവസം മുറ്റത്തുനിന്ന് ഒരു പാമ്പിനെ കിട്ടി. 1-2 തവണയായി പാമ്പുകൾ അടുപ്പിച്ച് വരുന്നു. അപ്പം മുറ്റത്ത് താഴെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഈർപ്പമുണ്ട്. ഞാൻ സ്റ്റാൻഡ് ഇതിന് മുന്നേ വാങ്ങിയത് നിങ്ങളോട് പറഞ്ഞിരുന്നു, പക്ഷേ അത് വെക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ പാമ്പിനെയും കൂടി കണ്ടതുകൊണ്ടുകൂടി എത്രയും പെട്ടെന്ന് തന്നെ അവിടെ വൃത്തിയാക്കി സ്റ്റാൻഡ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 3 സെറ്റ് ഒന്നിച്ചാണ് ഞാൻ വാങ്ങിയത്. ഒരു സെറ്റിനകത്ത് 4 സ്റ്റാൻഡ് ഉണ്ട്. അങ്ങനെ മൊത്തം 12 എണ്ണം 580 രൂപയ്ക്കാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. ആവശ്യമുള്ളൊരു ഫ്ലിപ്കാർട്ടിൽ സ്റ്റാൻഡ് ഫോർ പ്ലാന്റ്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയേ. ഈ ചെടി കണ്ടോ, നമ്മൾ ഇതിന് കൊടുക്കുന്ന ചാണകത്തിൻ്റെ കറയും ചകിരീൻ്റെയും അങ്ങനെയെല്ലാം കറ ഇങ്ങനെ വീണ് അതിങ്ങനെ പിടിച്ചിരിക്കും. അതങ്ങനെ പെട്ടെന്ന് കഴുകിയാലൊന്നും പോകത്തുമില്ല. അപ്പോൾ സ്റ്റാൻഡ് വെക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിനും പരിഹാരമാവും. അതേപോലെ പാമ്പിനെയും നമ്മൾ അധികം പേടിക്കേണ്ടി വരില്ല. ഇനി ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. എപ്പോഴും ഇങ്ങനെ മണ്ണ് കൂർന്നവിടെ അഴുക്കാവില്ല. ഇടയ്ക്ക് അതിൻ്റെ അടിഭാഗത്തേക്കൊന്ന് വെള്ളം ചീറ്റിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വൃത്തിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പാമ്പിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ വാങ്ങി വെക്കുവാണെങ്കിൽ നല്ലതാണേ. സ്റ്റാൻഡിൻ്റെ അടിയിൽ ഇതേപോലെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഓരോ മുട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ടൈലിലാണ് വെക്കുന്നതെങ്കിൽ ടൈലിൽ സ്ക്രാച്ച് ഒന്നും ആവില്ല. പിന്നെ നല്ല വെയിറ്റുള്ള സാധനം വരെ അതിലിരിക്കും. ഇത് കണ്ട് നല്ല വെയിറ്റുള്ള നല്ല വലിയ ചെടിച്ചട്ടികളാണ്. ഇതെല്ലാം ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. വെള്ളം അടക്കമാണ് ഇതിനകത്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആണ് സാധനം. ഇതാണ് ഏകദേശം ഫൈനൽ ലുക്ക്. ഇനിയിപ്പം കണ്ട അടിയിൽ എന്തിരുന്നാലും നമുക്ക് കാണാൻ കഴിയും. ക്ലീൻ ചെയ്യാൻ ഇടയ്ക്കൊന്ന് വെള്ളം ചീറ്റിച്ച് വിട്ടാൽ മതി. ഇത് ഞാൻ മുന്നേ വാങ്ങി വെച്ചിട്ടുള്ള സ്റ്റാൻഡാണേ. ഒരുപാട് നാളായി വാങ്ങി വെച്ചിട്ട് ഉണ്ടോ. ഇതിൻ്റെ അടിയിൽ നിന്ന് ക്ലീൻ ചെയ്യാനായി, അത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു ഭാഗം കൂടി ഇനി മേക്ക് ഓവർ ചെയ്യാനുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.